ഹായ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണ്. അൽഹംദുലില്ലാ, ഞമ്മക്ക് ഇവിടെ സുഖം തന്നെയാണ്. ഇപ്പം നേരം 6 മണിയായിട്ടുള്ളൂ കേട്ടോ. 6 മണിയായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിരിക്കണ് പോകാൻ. പിന്നെ ഞാനും ഇവിടുന്ന് അടുത്ത് ഷേർലി ടീച്ചറുണ്ട്. അപ്പോൾ എങ്ങോട്ടാന്നല്ലേ? അപ്പോൾ നമ്മളെ മലപ്പുറത്തേക്കാണ് പോണത്. സിവിൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, സിവിൽ സ്റ്റേഷൻ, അങ്ങോട്ടാണ് പോണത്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് കേട്ടോ. കാരണം BLOമാരുടെ ട്രെയിനിങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഇലക്ഷന് അടുക്കാനായി. ഈ മെയ് 3-3 തീയതി കഴിഞ്ഞാൽ ഏത് ദിവസം ഇലക്ഷൻ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ 22-ാം തീയതിക്കത്തെ വീഡിയോ ഷോർട്സ് ഇട്ടിരുന്നു. ഇന്ന് 3-ാം തീയതിയാണ്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ പണിയും എല്ലാം കഴിഞ്ഞിട്ടാണ് 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ അങ്കണവാടിയിൽ ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക, ക്യാഷ് ലീവ് ആവില്ല, ഞങ്ങൾക്ക് ലീവ് കിട്ടും. അപ്പോൾ കലക്ടറെ ഓർഡറാണ്, പിന്നെ ഞങ്ങൾക്ക് ലീവ് തരും, ക്യാഷ് ലീവ് ആവില്ല. അതുപോലെ തന്നെ എന്താ പറയുക, തഹസിൽദാർ, കലക്ടർ, ഇവരൊക്കെ ഓർഡറാണ്. ഞങ്ങൾ ഏത് ജോലിക്കാരും ഒക്കെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, പിന്നെ BLOമാരായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബൂത്തിൻ്റെ പേര് 204 8-ാം വാർഡ് 204 ബൂത്തിലാണ് കേട്ടോ ഞാൻ BL ആയിട്ട് നിൽക്കുന്നത്. ഞാൻ ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ കയറിയിട്ട്, എല്ലാം പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ BLO എന്ന് പറയുമ്പോൾ ഒരുപാട് വർക്കുകളുണ്ട്. കാരണം ഒരാൾക്ക് വോട്ട് പിന്നെ അത് എല്ലാം ശരിയാക്കി റെഡി ആവണമെങ്കിൽ അത് വെരിഫൈ ചെയ്യണം. അപ്പോഴേ അവർക്ക് വോട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെടുത്തൊരു കുഞ്ഞു പാളിച്ച പോലും വരാൻ പാടില്ല. അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. പിന്നെ BLO ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫോണിൽ. അതവർ നമുക്ക് കയറ്റിത്തരും. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ അവരെ വെരിഫൈ ചെയ്യുന്നത്. കാരണം ഒരാളിപ്പോൾ ഡബിളായിട്ട് വരും, ഒരാൾക്ക് 2 വോട്ട് 2 പേരായിട്ട് വരിക. അപ്പോൾ അതിൽ ഒരാൾ ഒഴിവാക്കുക. പിന്നെ മരണപ്പെട്ടു പോയ ആൾക്കാരെ ഒഴിവാക്കുക. പിന്നെ സ്ഥലം മാറിപ്പോയ ആൾക്കാരുണ്ടാവും, അവരെ ഷിഫ്റ്റ് ചെയ്യുക വേറെ ബൂത്തിലേക്ക്. പിന്നെ ഇവിടെ താമസമില്ലാത്ത ആൾക്കാരെ അങ്ങനെ ഒരുപാട് വർക്ക്. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നപ്പോഴാണ് BLO എന്ന് പറഞ്ഞാൽ BLOൻ്റെ എത്രമാത്രം പണിയുണ്ട്, റിസ്ക് പിടിച്ച പണിയാണ്. നമുക്ക് ഇതിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ട്രെയിനിങ് ആണ്. ഇന്നലെ ട്രെയിനിങ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ഫുള്ള് അവിടെ ചെന്നിട്ടുള്ള അവിടുത്തെ കാര്യങ്ങളും സ്ഥലങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം മലപ്പുറം എന്ന് പറഞ്ഞാൽ ഭരണസമിതി എല്ലാ കാര്യങ്ങളും പിന്നെ രൂപീകരിക്കുന്ന തീരുമാനം എടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത്. ഒന്നും ഇട്ടിട്ടില്ല, കമ്മലില്ല, മാലല്ല, വളല്ല, മോതിരല്ല, ഒന്നുമില്ല. ഈ ഒരു വാച്ച് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും ചോദിക്കലുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോരുത്തർ കാണുമ്പോൾ ചോദിക്കലുണ്ട്, വിസ്മിതാൻ്റെ എന്താ ഒന്നും ഇല്ല ചോദിക്കുക. അപ്പോൾ എനിക്ക് ഇല്ല എന്ന് ഞാൻ പറയലാണ്, ഒന്നും പറയില്ല. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറയണേ, ഞാൻ അങ്ങനെ ആഭരണങ്ങളൊന്നും ഇട്ട് അങ്ങനെ ഉള്ളൊരു ഇഷ്ടമല്ല. എനിക്ക് ആഭരണങ്ങളൊന്നും ഇല്ല, സ്വർണം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനോടുള്ളൊരു ആഗ്രഹമില്ല. പിന്നെ ഈ വാച്ച് എന്ന് പറയുന്നത് എനിക്ക് കർണാടകയിൽ നിന്ന് ഒരാൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന വാച്ചാണ് കേട്ടോ. വാച്ച് ഇപ്പം ഇനി വാച്ച് കെട്ടുന്നതും വാങ്ങിക്കണമൊക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ. വാച്ച് ഒരുപാട് ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം എനിക്ക് ഈ പട്ട വാച്ചാണ് കേട്ടോ. അപ്പോൾ പോകാം. ബസ്സിലാണ് പോണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് ഷേർലി ടീച്ചറുണ്ട്. ഷേർലി ടീച്ചറുടെ സ്കൂൾ ടീമെ പൂക്കോട്ടുംപാടത്തേക്ക് പോവുക. പൂക്കോട്ടുംപാടത്ത് നിന്ന് ലൈൻ ബസ്സിന് പിന്നെ നമ്മുടെ നിലമ്പൂർ ബ്ലോക്ക് ഓഫീസൊക്കെ പോവുക. ബ്ലോക്ക് ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് BLOമാർക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് വലിയ ബസ്സുണ്ട്. 4 ബസ്സിലായിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. ഒരു ബസ്സിലൊന്നും ഞങ്ങളെ കൊള്ളൂല, 4 ബസ്സിലായിട്ടാണ് ഞങ്ങൾ പോണത്. പിന്നെ മലപ്പുറം അവിടെ സിവിൽ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മൾ ഇറങ്ങുക. അവിടെ ചെന്ന് പിന്നെ 9 മണിക്ക് ഞങ്ങൾക്ക് ട്രെയിനിങ് തുടങ്ങും. 9 മണിക്ക് ട്രെയിനിങ് തുടങ്ങിയാൽ പിന്നെ ഒരു 10 മണി 10:30 10:45 ഞങ്ങൾക്ക് ചായ ഒരു കടിയും തരും. പിന്നെ ഉച്ചയ്ക്ക് ചോറ്, ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി എടുക്കുക, പിന്നെ നോൺ വെജ് വേണ്ടവർക്ക് അതെടുക്കുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചായ, അങ്ങനെ
പിന്നെ തിരിച്ചു പോരുക. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുപാട് ദൂരെ യാത്ര ചെയ്യണില്ല, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എമ്മിക്കുട്ടന് ഉറങ്ങുകയാണ്, എണീറ്റിട്ടില്ല. ഇന്നലെ തന്നെ ഓന് എണീക്കണതിൻ്റെ മുന്നേ ഞാൻ പോയി, ഇന്നും തന്നെ ഓന് എണീക്കണതിൻ്റെ മുന്നേ ഞാൻ പോവുകയാണ്. അപ്പം എല്ലാവരും വരി, നമുക്ക് അവിടെ മലപ്പുറം സിവിൽ സ്റ്റേഷനൊക്കെ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾ പോണ ബസ്സും പോണ ആൾക്കാരും എല്ലാവരും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും വരി. ഈ ചുരിദാർ എങ്ങനെയുണ്ട്? ഒരു പുതിയ ചുരിദാറൊന്നുമല്ല, എന്നാലും കുറച്ചൊക്കെ പുതിയത് തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും വരും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മക്കളെ, 6:15 ഞാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ തന്നെ നമ്മുടെ ഷേർലി ടീച്ചറെ വീട് എത്തുട്ടോ. ഈ റോഡിനിങ്ങനെ പോയിട്ട് മെയിൻ റോഡിൻ്റെ വക്കിനാണ് ഷേർലി ടീച്ചറെ വീട്. അപ്പോൾ അവിടുന്ന് ഷേർലി ടീച്ചറെ സ്കൂട്ടിക്കാണ് ഞങ്ങൾ 2 പേരും പോകുന്നത് പൂക്കോട്ടുംപാടത്തേക്ക്. പിന്നെ പൂക്കോട്ടുംപാടത്തുനിന്ന് ലൈൻ ബസ്സിന് പിന്നെ താലൂക്ക് ബ്ലോക്ക് ഓഫീസിലേക്ക് പോവും. അപ്പോൾ അതാ എൻ്റെ അമ്മയും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് റോഡ്. ഇത് കണ്ടോ, ഒരു എരഞ്ഞിപ്പൂവ് പറഞ്ഞിട്ട് എരഞ്ഞിപ്പൂവ ചാടി കിടക്കണ്ടോ ഈ ഒരു മരത്തുമെന്ന്. ഈ ഒരു മരമാണ്, ഈ മരത്തിൻ്റെ മുകളിൽ നിറച്ച് പൂവാണ് കേട്ടോ, എരഞ്ഞിപ്പൂവ്. നല്ല വാസനയാണ് ആ പൂവ്. എരഞ്ഞിപ്പൂവാണെന്ന് തോന്നുന്നത്. ആ എരഞ്ഞിപ്പൂവ് രാവിലെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള കാര്യമല്ലേ, അടിപൊളിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഏപ്രിൽ 14 വിഷു, കൊന്നമരമൊക്കെ പൂക്കൽ തുടങ്ങി. ഇവിടെ ഒരു വീട്ടിലുണ്ട് കേട്ടോ കൊന്ന പൂത്ത് നിൽക്കണ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ നടന്ന് പോരുകയാണ്. അപ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊന്നപ്പൂവ് ഏപ്രിൽ വരുമെന്ന് വേണ്ട, അതിൻ്റെ മുന്നേ കൊന്നായിട്ടും വാഗയായിട്ടും ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. എല്ലാ വീടിൻ്റെ മുന്നിലുണ്ടാവും ഓരോ മരം, അതിമ്പോൾ നിറച്ച് പൂക്കളും. എരഞ്ഞിപ്പൂവോ കൊന്നപ്പൂവോ വാഗപ്പൂവോ അങ്ങനെ എല്ലാ പൂക്കളും ഉണ്ടാവും കേട്ടോ. നല്ല രസമാണ് ഞങ്ങളെ നാട്. പ്രകൃതി രമണീയമായിട്ടുള്ള സുന്ദര നാട്, സുന്ദര ഗ്രാമം. അപ്പോൾ അതാ ഞാൻ ഷേർലി ടീച്ചറെ വീട്ടിലേക്ക് ഇങ്ങനെ പോരുകയാണ്. മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ പോന്ന് ഇതാ ഷേർലി ടീച്ചറെ വീട് എത്താനായിക്കണ്. മെയിൻ റോഡിൻ്റെ വക്കിനാണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് ടീച്ചറിൻ്റെ സ്കൂട്ടിമ്മേ പൂക്കോട്ടുംപാടത്തേക്ക് പോവുക. അവിടുന്ന് ലൈൻ ബസ്സിന് താലൂക്ക് ഓഫീസിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ശരിയാക്കി അവർ ഓർഡറാക്കി വെച്ചിട്ടുള്ള ബസ്സിന് ഞങ്ങൾ അങ്ങനെ പോകും. അപ്പോൾ അത് അവിടെ വന്ന് ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഷേർലി ടീച്ചർ നല്ല ജോലിയാവും അകത്ത്. കാരണം വീട്ടിലുള്ള ജോലികളൊക്കെ ഒരുക്കിയിട്ട് വേണമല്ലോ ഇന്ന് പോകണമെങ്കിൽ. ഇന്നിപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേന് ഒരുപാട് നേരം വൈകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ജോലി തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഷേർലി ടീച്ചർ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു, കുളിക്കാൻ വേണ്ടി കയറിനോട് പറഞ്ഞു, നീ ഏത്തപ്പഴം ഒന്ന് പൊതിഞ്ഞേടിയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് കഴിക്കാനാണ് പറഞ്ഞു. ഏത്തപ്പഴം പൊതിഞ്ഞ് ഞാനത് ബാഗിൽ വെച്ചു. പിന്നെ നല്ല വാട്ടക്കപ്പ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നല്ല പുഴമീൻ കറിയുണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിക്കണം പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് വാട്ടക്കപ്പയും പുഴമീനും നല്ല ചൂടുള്ളത് അപ്പോഴും വെന്തിട്ടുള്ളൂ. 5:30 മണിക്കാണ് ടീച്ചർ എണീക്കാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. ആ നേരം കൊണ്ട് വെച്ചുണ്ടാക്കിയതാണ്. നല്ല പുഴമീൻ കറി വാട്ടക്കപ്പയും കുറച്ച് കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവർ ക്രിസ്ത്യാനികളാണ്, ചേട്ടന്മാരുടെ കാര്യം അറിയാമല്ലോ അല്ലേ. മീൻ കറി ആയാലും കപ്പ ആയാലും ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരിക്കില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല കൊടുമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ല പുഴമീൻ കറി വാട്ടക്കപ്പയും നല്ലോണം വയറ് നിറച്ച് കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതാണ് ഷേർലി ടീച്ചറെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു 3-4 വർഷം ഷേർലി ടീച്ചറെ കൂടെ അംഗനവാടിയിൽ വർക്ക് ചെയ്തിരുന്നു ഞങ്ങൾ ഒരുമിച്ചിട്ടോ. പിന്നെ ഞങ്ങളെ നാടും ഒരു അയൽവാസികളൊക്കെ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഷേർലി ടീച്ചർ എന്നോ BLO വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് ഞാൻ. പിന്നെ ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ കയറിയിട്ട്. അപ്പോൾ ഷേർലി ടീച്ചറുടെ വീടും പരിസരമാണ്. അപ്പോൾ ഞങ്ങൾ ഷേർലി ടീച്ചറെ വീടിൻ്റെ മുന്നിൽ തന്നെ കണ്ടോ ഈശോയുടെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. യേശു ക്രിസ്തുവിൻ്റെ ചിത്രമൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഷേർലി ടീച്ചർ ഞങ്ങൾ വണ്ടിമ്മ പൂക്കോട്ടുംപാടത്തേക്ക് ഇങ്ങനെ പോന്നു കേട്ടോ.
സ്കൂട്ടിമേ. അപ്പം ഞങ്ങൾ റോഡൊക്കെ നല്ല റോഡാണ്, നല്ല അടിപൊളി റോഡാണ്, കട്ടറൊന്നുമില്ല, സുഖമായിട്ട് പോരട്ടോ. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിലെത്താനായിട്ടുണ്ട്. അങ്ങാടിയിലെത്തിയിട്ട് വണ്ടി അവിടെ നിർത്തി വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് ലൈൻ ബസ്സിൽ പോവാൻ. അപ്പോൾ ഞങ്ങൾ അങ്ങാടിയിലെത്തിയിട്ട് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് പൂക്കോട്ടുംപാട് അങ്ങാടി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പണിയെടുക്കാൻ മടിയന്മാരാണ്. അപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇതാ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിൽ എല്ലാ ജോലി എടുക്കാൻ തയ്യാറായിട്ട് ഇങ്ങോട്ട് വന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ താലൂക്ക് ഓഫീസിൽ എത്തിയിട്ട് ഇതാ ഞങ്ങളവിടുന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വേഗം മുകളിലേക്ക് നല്ല ചൂടുള്ള പാലൊഴിച്ച ചായയും പഴംപൊരിയാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. പരിപ്പ് വടയും ഉണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കിഷ്ടം പഴംപൊരിയാണ്. അപ്പോൾ അതും കൂട്ടി നല്ല ചായ കുടിച്ചു. അതിൻ്റെ മുന്നേ ഷേർലി ടീച്ചർ കൊണ്ടുവന്ന് ഏത്തപ്പഴം പുഴുങ്ങിയത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ മീറ്റിംഗ്, ഒരുപാട് ക്ലാസ്സുകൾ, അറിയേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഒരുപാട് നല്ലൊരു ക്ലാസ്സായിരുന്നു. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലുള്ള ജോലിക്കാരാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓരോരോ കാര്യങ്ങൾ, ഞങ്ങൾ ചെയ്യേണ്ട ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് തന്നു. ഞങ്ങൾ ചെയ്യേണ്ട വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് താങ്ക്സ് പറയുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമായിരുന്നു. ബിരിയാണി എനിക്ക് വേണ്ട, എനിക്ക് നാടൻ ചോറ് മതി പറഞ്ഞു. അങ്ങനെ നല്ല സാമ്പാറും മീൻകറിയും ചോറും നല്ല മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര കഷ്ടമീൻ. നല്ല വിശപ്പുണ്ടായിരുന്നു. ക്ലാസ്സിൽ അടങ്ങിയിരിക്കണോണ്ടോ എന്താണെന്നറിയില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണതിലേറെ ഞാൻ കഴിച്ചു കേട്ടോ. വയറ് ഫുള്ളായി. നല്ല അടിപൊളി ടേസ്റ്റുള്ള സദ്യയും ഒക്കെ ആയിരുന്നു. ഇന്നലത്തെ ബിരിയാണി, ചിക്കൻ ബിരിയാണി നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല 4 BLOമാരെ തിരഞ്ഞെടുത്തിട്ട് ആക്റ്റീവായിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന 3-4 BLOമാരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു, സമ്മാന വിതരണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് തന്നു. ആ സർട്ടിഫിക്കറ്റും മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ പേപ്പറിൽ കുറിച്ച് വെച്ചു. കാരണം അതൊക്കെ പിന്നീട് നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതാ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞതാ വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനി പൂക്കോട്ടുംപാട് അങ്ങാടിയിൽ വന്നിട്ട് ഷേർലി ടീച്ചറെ ബൈക്ക് എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.